ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാടൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചാനലിലെ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായില്ല. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ തീരെ വന്നിട്ടുണ്ടായില്ല. ആൻഡ് അതേ സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയുണ്ടായി. നിർബന്ധമായിട്ടും വീഡിയോ വേണം, മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യണം, ആൻഡ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പഠിക്കാൻ അല്ലെങ്കിൽ തന്നെത്താൻ അപ്ഡേറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ് നമ്മളുടെയൊക്കെ വിജയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം മാർക്കറ്റിൽ ജയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത്. എന്തായാലും നമ്മളുടെ വീഡിയോസ് എല്ലാം തന്നെ റെഗുലർലി വന്നുകൊണ്ടിരിക്കും. ഇനി മുതൽ എന്തായാലും യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അടക്കം എല്ലാ വീഡിയോസും വന്നുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങൾ കാണിച്ച ഈ സപ്പോർട്ടിനൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ചക്കരക്കുടമൊന്നുമല്ല. ചുമ്മാ വെറുതെ സ്ട്രാറ്റജി എന്തെങ്കിലും കയ്യിലുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്കത് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാനൊരു സ്ട്രാറ്റജീനെ കുറിച്ച് പറയുമ്പം ആദ്യമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് ആ സ്ട്രാറ്റജി വർക്ക് ആവുന്നത് എൻ്റെ സൈക്കോളജി അവിടെ പെർഫെക്റ്റായിട്ട് വർക്ക് ആവുന്നത് കൊണ്ടാണ്. നിങ്ങൾ സ്ട്രാറ്റജിയിൽ 100% പിന്നെ എന്താ പറയുക, നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ അസ്യൂം നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ മാസ്റ്റർ ആണെന്ന് വെക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അവിടെ സൈക്കോളജി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ മാസ്റ്റർ ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബ്രൂട്ടൽ റിയാലിറ്റി എന്ന് പറയുന്നത്. എത്ര നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല, എത്ര നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല, ആ ഒരു പോയിന്റിൽ നമ്മുടെ സൈക്കോളജി പ്രോപ്പറായിട്ട് വർക്ക് ആവുക കൂടി വേണമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ ടെലഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകളുമാണ്. ഞാനവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു 95% കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് മാർക്കറ്റിൽ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു 90% കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് നടക്കാറുണ്ട്. ഈ 90% കാര്യങ്ങൾ അവിടെ പെർഫെക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതല്ലാന്നുണ്ടെങ്കിൽ ഞാനവിടെ തരുന്ന ലെവൽസിൽ പ്രോപ്പറായിട്ടുള്ള ആക്യുറസി ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ ട്രേഡിംഗ് ഡെസ്കിന് മുമ്പിലുള്ള എല്ലാ ദിവസവും ഞാൻ എൻ്റെ വ്യൂ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇന്നലെ അടക്കം എങ്ങോട്ടാണോ മാർക്കറ്റ് പോകാൻ പോകുന്നത് ആ ഒരു ഡയറക്ഷൻ ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പറയുണ്ടായി. എവിടെയാണോ മാർക്കറ്റ് നിൽക്കാൻ പോകുന്നത് അത് പറഞ്ഞു. താഴത്തേക്ക് വന്നപ്പം അവിടെയും പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എല്ലായിടത്തും ഞാനിത് ഈ അപ്ഡേറ്റ് തരാറുണ്ട്. ബട്ട് അവിടെ നിങ്ങളുടെ സൈക്കോളജി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റിൽ ആക്ഷൻ എടുത്താൽ മാത്രമേ, ഈ ആക്ഷൻ എടുപ്പിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ബാലൻസായി വന്നാൽ മാത്രമേ നിങ്ങൾക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. ഇതാണ് മാർക്കറ്റിൻ്റെ സിമ്പിൾ ഫണ്ട. ഒരു സംഗതി പഠിച്ചത് കൊണ്ട് മാത്രം ഞാൻ അതിൽ മാസ്റ്റർ ആവില്ല, അതിനെ അപ്ലൈ ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയുമായിട്ട് എൻ്റെ സൈക്കോളജി മിങ്കിൾ ആവുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ₹1 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇന്ന് തന്നെ പോയിട്ട് മാക്സിമം ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് പറയാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിലൊക്കെ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കോമ്പിനേഷൻ വിത്ത് എന്താ പറയുക, ഞാൻ സ്ട്രാറ്റജിയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളതിനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്ട്രാറ്റജി, ഇതൊരിക്കലും ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്യുവറായിട്ട് സിമ്പിളായിട്ട് ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് മാർക്കറ്റിനെ റീഡ് ചെയ്യാനായിട്ട്, പ്രൈസിനെ റീഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, സ്ട്രാറ്റജി വീഡിയോസ് നിങ്ങൾക്ക് 10,000 എണ്ണം കിട്ടും അല്ലേ. നമ്മുടെ ചാനൽ തന്നെ ഞാൻ കുറച്ച് സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും ആക്യുറസി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ ചോദിക്കുകയുണ്ടായി, ആ ഒരു സ്ട്രാറ്റജി സ്റ്റിൽ വർക്ക് ആവുന്നുണ്ടോ, ഒരു സ്ട്രാറ്റജി നമ്മുടെ RSI സ്ട്രാറ്റജി വെച്ചിട്ടാണ് ചോദിച്ചത്, ഈ ഒരു സ്ട്രാറ്റജി സ്റ്റിൽ വർക്ക് ആവുന്നുണ്ടോ. എന്നോടല്ല ആ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത്. എനിക്ക് ആ ഒരു സ്ട്രാറ്റജി ഒന്നും വേണ്ടാണ്ട് തന്നെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ലെവൽസിനെ പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ഡേ ലെവൽസ് പറഞ്ഞു തരുന്നത്. ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്കത് വർക്ക് ആവുമോ എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വർക്ക് ആവുമോ, അതല്ലെങ്കിൽ ആ ഒരു XYZ സെറ്റപ്പിൽ നിങ്ങളുടെ സൈക്കോളജി സെറ്റ് ആവുന്നുണ്ടോ, ഇത് നിങ്ങളോട് ചോദിക്കുക. എപ്പോഴും പറയുന്നതാണ്. ആൻഡ് ഇപ്പം തന്നെ നമ്മൾ ഉപദേശം തുടങ്ങിയിട്ട് കുറച്ചായില്ലേ, ബട്ട് എനിക്ക് ഉപദേശത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി പോകുന്നതാണ്. എപ്പോഴും പറയുന്നതാണ്, മാർക്കറ്റിനെ ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പറയുമ്പോഴും ഇവിടുന്ന് കയറിയിട്ട് അല്ലെങ്കിൽ ഒരു പോയിൻ്റിൽ നിന്ന് ട്രേഡ് എൻ്റർ ആയിട്ട് അത് എത്ര വരെ പോയി എന്നുള്ളത് നിങ്ങൾ നോക്കാൻ നിൽക്കരുത്. അത് എത്ര വരെ പോയി എന്നുള്ളത് നിങ്ങൾ വറീഡ് ആവുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എന്ത് കിട്ടണം,
അതായത് ഇപ്പം നിങ്ങളൊരു ലെറ്റ്സ് അസ്യൂം ഒരു 30 പോയിൻറ്റ്സ് റിസ്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടണം, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടണം? 30 പോയിൻറ്റ്സ് റിസ്ക് ചെയ്ത മാർക്കറ്റിൽ നിങ്ങൾ 3000 പോയിൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 300 പോയിൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. 1:1.5, 1:2. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എടുക്കേണ്ടത്. ഇതിനെ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ പുറകോട്ട് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോയിട്ട് ചാർട്ടിൽ ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. മാക്സിമം ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റും. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയാണ്. നിങ്ങളുടെ റിസ്കിന് ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ട്രേഡിനെ പ്ലാൻ ചെയ്യുക. കാരണം ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണ്, ഇൻഡെക്സുകളിലാണ്. സോ അവിടെ സ്റ്റോപ്പ് ലോസ് വലുതായിട്ട് വരാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലോസ് എന്താണോ അതിനെ മാത്രം എടുക്കുക. പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്നില്ല അല്ലേ. നിങ്ങൾ ആ ട്രേഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലോകക്രമത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ മനസ്സമാധാനത്തിനും കുറവ് വരാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലോസുകൾ മാത്രം എടുക്കുക. അതാണ് സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് വ്യക്തമായിട്ട് സിമ്പിളായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിനെ വായിക്കേണ്ടത്, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത് രണ്ടിനും 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാൻ എടുത്തുള്ളത്. 3 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് എടുത്തുള്ളത്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രീമിയം ഒന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ബ്രോക്കേഴ്സിലും നിങ്ങൾക്ക് ഫ്രീലി അവൈലബിൾ ആയിട്ട് ഈ ഒരു ചാർട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ ഈ ഒരു ചാർട്ടിനെ സ്പ്ലിറ്റ് ചെയ്തിടുക. ആൻഡ് ഇതിനകത്ത് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും രണ്ടിനെയും ഞാൻ കോറിലേറ്റ് ചെയ്താണ് വായിക്കുന്നത്. കാരണം നിഫ്റ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യയുടെ ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സിൻ്റെ അറൗണ്ട് 40% ആണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറൗണ്ട് എന്താ പറയുക, നമുക്കൊരു 90% സിനാരിയോസിലും നിഫ്റ്റിയിൽ ആ മൂവ് ഉണ്ടായിരിക്കും. അതല്ല നിഫ്റ്റിയിൽ മൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറൗണ്ട് 90% കേസുകളിലും ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു മൂവ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും ഒരുമിച്ച് വെച്ച് വായിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ബേസ് ആയിട്ടുള്ള പരിപാടി. ഇതിനകത്ത് ഫാൻസി സ്റ്റഫുകൾ ഒന്നും തന്നെയില്ല, ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെയില്ല. സോ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ, പ്രൈസിൻ്റെ ഒരു സ്ട്രക്ചർ, ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ആദ്യം ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ, നിങ്ങൾക്ക് 2-3 ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പോയിന്റ്. സോ ഇത് 17th ഇന്നലത്തെ ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഞാൻ കാണിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുന്നു, നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ മാർക്കറ്റ് നേരെ എന്താ ചെയ്തത്, ഇവിടുന്ന് ഓപ്പണായി നേരെ താഴത്തേക്ക് വന്നു അല്ലേ. ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇവരും നേരെ താഴത്തേക്ക് വരുന്നുണ്ട്. സോ അവിടെ മാർക്കറ്റ് എന്തുണ്ടാക്കുകയാണ്, ഒരു ലോ ഉണ്ടാക്കുകയാണ്. ഇവിടെ മാർക്കറ്റ് എന്തുണ്ടാക്കുകയാണ്, ഒരു ലോ ഉണ്ടാക്കുകയാണ് അല്ലേ. ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഈ സിമിലർ ആയിട്ടുള്ള ക്യാൻഡിൽ, സിമിലർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ എവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു പോയിന്റിനെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ മാർക്ക് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒന്ന് ഈ ഒരു ലോ ആണ് എനിക്ക് കിട്ടുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി എനിക്ക് കിട്ടുന്നത് ഈ ഒരു ലോ ആണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, നേരെ മുകളിലേക്ക് പോവാണ്. ഇവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോവാണ്. എഗെയിൻ ഞാൻ പറയാണ്, ഇത് 9-16 കൈ വിറക്കുന്നവർക്കുള്ള പരിപാടിയല്ല. സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ടോ? 9-16 ആകുമ്പോഴേക്ക് ഹാർട്ട് ബീറ്റൊക്കെ കൂടും. പടച്ചവനെ ട്രേഡ് കിട്ടിയിട്ടില്ലല്ലോ, 9-18 ആകുമ്പോഴേക്ക് വേർക്കാൻ തുടങ്ങും, ട്രേഡ് കിട്ടിയിട്ടില്ല, ഇന്നത്തോടുകൂടി പരിപാടി തീർന്നു എന്നുള്ള ലെവല്. എന്നിട്ട് വല്ല മാങ്ങാത്തൊലി ഉണ്ടാക്കൂല, ലോസാണ് ഉണ്ടാക്കാൻ പോണേ. അല്ല, അത് ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം 90% ആളുകളും ഫസ്റ്റ് ട്രേഡിൽ പ്രോഫിറ്റിൽ ഇറങ്ങി പോകാറുള്ളത്. കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കഴിവ് നമ്മൾ പുറത്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓക്കെ ഞാൻ തന്നെയാണ് ആ മറ്റവൻ, ഞാൻ തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നവൻ. എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്തിട്ട് ലോസ് ഉണ്ടാക്കി വെക്കും. ഇതാണ് യൂഷ്വലി സംഭവിക്കുന്ന പരിപാടി അല്ലേ. സോ ഇത് പെട്ടെന്ന് ചാടിക്കയറി ട്രേഡ് എടുക്കുക എന്നുള്ള ലെവൽ ചിന്തിക്കുന്നവനുള്ളതല്ല. ഇതെന്താണ്, മാർക്കറ്റിനെ ഒന്ന് കൂളാവാൻ വിട്ടിട്ട് മാർക്കറ്റ് ഒന്ന് മൂവായി തുടങ്ങുമ്പോൾ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സെറ്റപ്പാണ്. വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? സോ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് എഗെയിൻ നമുക്ക് മുന്നോട്ട് പോകാം. സോ ഇവിടെ മാർക്കറ്റ് ഇനീഷ്യലി ഒരു ലോ ഉണ്ടാക്കി, ഇവിടെ പോയിട്ട് മാർക്കറ്റ് എന്തായി, ഇനീഷ്യലി ഒരു ഹൈ ഉണ്ടാക്കി. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഹൈയിനെയും ഈ ലോയിനെയും ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ ഹൈ, ഇതാണ് എൻ്റെ ഹൈ ഇൻ നിഫ്റ്റി ബാങ്ക് അല്ലേ. സോ നിഫ്റ്റിയിൽ ഇതാണ് എൻ്റെ ഹൈ, നിഫ്റ്റി ബാങ്കിൽ ഇതാണ് എൻ്റെ ഹൈ. സോ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ഒരു റേഞ്ച് എനിക്ക് കിട്ടി. ഈ ഒരു റേഞ്ച് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അഭ്യാസവും ചെയ്യാൻ
അവസരമില്ലാത്ത റേഞ്ചാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇവിടെ ബയ്യർ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ സെല്ലർ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ബയ്യർ ഓർ സെല്ലർ ഇവരുടെ ആരുടെയെങ്കിലും SL ഹിറ്റായി കഴിഞ്ഞാലല്ലേ നമുക്കതിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. ലോജിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അങ്ങനെയാണ് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ താഴത്തേക്ക് വന്നാലല്ലേ ബയ്യറുടെ SL ഹിറ്റാവുള്ളൂ. ആണ് അല്ലേ. ഇപ്പം നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയാലല്ലേ സെല്ലറുടെ SL ഹിറ്റാവുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് വേണ്ട ഒരു മൊമെൻറ്റം അവിടെ കിട്ടുള്ളൂ. ശരിയാണല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അഭ്യാസത്തിനൊന്നും നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി എവിടെയാണ് എൻ്റെ ട്രേഡ് വരാൻ പോകുന്നത്? എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത്, നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ബാങ്കിലും ഇത് സംഭവിച്ചിരിക്കണം. നിഫ്റ്റി ബാങ്കിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയിലും ഇതേ ഒരു സിനാരിയോ സംഭവിച്ചിരിക്കണം. സോ ആസ് യൂഷ്വൽ ഞാൻ BN-ലാണ് ട്രേഡ് എടുക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് നിഫ്റ്റിയിലും ട്രേഡ് എടുക്കാറുണ്ട്. ഞാൻ BN-ലാണ് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലെത്തുമ്പം എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ്. എവിടെ? ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ക്യാൻഡിൽ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തു. അതേ ഒരു പോയിന്റിൽ നിഫ്റ്റി ബാങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. BN-ൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതേ പോയിന്റിൽ നിഫ്റ്റിയിലും സംഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ബൈ ട്രേഡ് ആക്റ്റീവ് ആവും. ഈ ഒരു സിങ്ങിൻ്റെ താഴെയായിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ സെറ്റ് ചെയ്യും. സിമ്പിളായിട്ട് പരിപാടി മനസ്സിലായില്ലേ. ഈ ഒരു സിങ്ങിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രീമിയത്തിൽ എത്ര വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ പ്രീമിയത്തിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 2-3 മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിവാപ്പ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ആവറേജ് ട്രേഡർ പ്രൈസ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് പിന്നെ ഡെൽറ്റ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ഞാനത് ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ള കാര്യമാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് പോയി കണ്ടാൽ മതി. ആൻഡ് ഇനി അതൊന്നും കാണാൻ സമയമില്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രീമിയത്തിൽ ഇതേ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുപോയി വെക്കുക. ഓറൽസ് എന്താണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ്, ആ ഒരു സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ 10 എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് SL വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലിപ്പം അടിച്ചിട്ട് തിരിച്ച് കയറി പോകും. അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട് അല്ലേ. വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലേ. സോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവർഫുൾ അല്ലേ പരിപാടി? ഈസി അല്ലേ മനസ്സിലാക്കാനായിട്ട്? എന്ത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ? വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഇഷ്ടം പോലെ സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എപ്പോഴാണ് മാർക്കറ്റിൽ ട്രേഡ് ആക്റ്റീവ് ആവുന്നത്? എപ്പോഴാണ്? 11:30 മണിക്കാണ്. 11:30 മണി വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? പകുതി ആൾക്കാരും ആ സമയമാകുമ്പോഴേക്കും വറവൽ വന്നിട്ടുണ്ടാവും അല്ലേ. പകുതി ആൾക്കാർക്കും ക്ഷീണവും പിന്നെ എന്താ പറയുക പ്രാന്താകുന്ന പോലെയൊക്കെ ആയിട്ടുണ്ടാവും. ട്രേഡ് കിട്ടിയിട്ടില്ല, തീർന്നില്ലേ. പിന്നെ എന്താ പറയുക, എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുക എന്നുള്ളത് അറിയാലോ. അവിടെ ട്രേഡിന് നോക്കും, ഇപ്പുറത്തുണ്ടോ നോക്കും, അപ്പുറത്തുണ്ടോ നോക്കും. ഇതേ ഒരു പരിപാടിയാണ് നമ്മളെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊന്നും മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. സോ എന്താണ് ചെയ്തിട്ടുള്ളത്? എന്താണോ സിമിലർ ആക്ഷൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാവുന്നത്, ഇപ്പം ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് ബ്രേക്ക് ഔട്ട് എന്നുള്ള ലെവലിലാണ്. ഫസ്റ്റ് ലെവൽ ഇങ്ങനെ ഒരു റേഞ്ച് ഉണ്ടാക്കി, ആ ഒരു റേഞ്ചിനെ സിമിലർ പോയിന്റിൽ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ഇൻ നിഫ്റ്റി ഇവിടെ അതിന് മുമ്പ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇതിന് മുമ്പ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ബാങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇപ്പോൾ ഇതേ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിഫ്റ്റി എവിടെ എത്തിയിട്ടുണ്ട്? ബ്രേക്ക് ഔട്ട് സംഭവിച്ച് കുറച്ച് മുകളിൽ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ SL നിങ്ങൾക്ക് സൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് വിട്ടേക്കുക. നിങ്ങളുടെ കണ്ടീഷനിൽ വരുന്ന ട്രേഡല്ല. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കില്ല, അത് മനസ്സിലാക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കില്ല. സോ അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് 2 സ്ഥലത്തും ഒരേപോലെ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചാർട്ട് കാണിച്ചു തരാൻ പറ്റില്ല, ബട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് പിന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പറയുന്ന കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുണ്ടല്ലോ. ലെറ്റ്സ് ഇപ്പോൾ ബാങ്ക് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ ഹെവി വെയ്റ്റ് സ്റ്റോക്ക് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാനത് ലെറ്റ്സ് HDFC ബാങ്ക്, അതാണ് ഹെവി വെയ്റ്റ് സ്റ്റോക്ക്. ചാർട്ട് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളൂ. സ്റ്റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല.
ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയിൽ ആരുണ്ട്? റിലയൻസ് ഉണ്ട്. വെയിറ്റേജ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഉണ്ട്, ഓർ HDFC ഉണ്ട്. സോ അവിടെയും ഇതേപോലത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ഒരു കൺഫർമേഷനാണ്. ഇനി അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൺഫ്യൂസ്ഡ് ആക്കണമെന്നില്ല എന്നുള്ള മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നോക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. ആൻഡ് ഇനി വെരി നെക്സ്റ്റ് ഡേയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്താ സംഭവിച്ചത്? 16-ാം തീയതി മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ലോ ഉണ്ടാക്കി വെച്ചു അല്ലേ? ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടാക്കി? 16-ാം തീയതി മാർക്കറ്റ് ഇവിടെ ലോ ഉണ്ടാക്കി. മാർക്കറ്റ് ഓപ്പണായി, നിഫ്റ്റി ബാങ്ക് ഓപ്പണായി, താഴത്തേക്ക് വന്നു, നിഫ്റ്റി ഓപ്പണായി, താഴത്തേക്ക് വന്നു. സോ എൻ്റെ കയ്യിൽ സെല്ല് ചെയ്യാനുള്ളൊരു ലെവൽ കിട്ടി. എന്താണ്? ഈ ലെവലാണ്. ഈ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഞാൻ സെല്ല് ചെയ്യുള്ളൂ. എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി വെച്ചു അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഹൈനെയും ഇവിടെ മാർക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യം എന്താണ്? ഈ ഒരു പോയിൻ്റിൽ നിന്നായിട്ട് സെല്ലർ ആക്റ്റീവ് ആയിട്ടുണ്ട് ചാർട്ടിൽ. ഈ ഒരു പോയിൻ്റിൽ നിന്ന് സെല്ലർ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ബയ്യർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് എനിക്ക് അഭ്യാസമൊന്നുമില്ല. എനിക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ഈ ഒരു ലെവലിനെ എങ്ങോട്ടെങ്കിലും മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ട്രേഡ് ആക്റ്റീവ് ആവുള്ളൂ. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്തായി? 1:12. ഇതാണ് ഞാൻ പറഞ്ഞത്. ടൈം എടുക്കും, നല്ലപോലെ ടൈം എടുക്കും അല്ലേ? ഇതൊക്കെയാണ് പല ആൾക്കാർക്കും പറ്റാത്തത്. 1:12 മാർക്കറ്റ് എന്തായി? ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല അല്ലേ? സോ ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എവിടെ ബ്രേക്ക് ഔട്ട് കാണിച്ചത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിഫ്റ്റി ബാങ്കിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടില്ല, നിഫ്റ്റി ബാങ്കിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ബട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിട്ടുണ്ട്? രണ്ടെണ്ണത്തിലും ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഈ SL നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ട്രേഡാണ്. ഓർഎൽസ് ഈ SL നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ട്രേഡാണ്. അന്ന് ഹ്യൂജ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ബട്ട് ഇങ്ങനെയാണോ എല്ലാ ദിവസവും സംഭവിക്കുക? അല്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാനെല്ലാം നമുക്ക് ക്വിക്കായിട്ട് നമുക്കൊരു 4-5 ചാർട്ട് കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെയാണ് ഒന്നും കൂടി ബെസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. ആൻഡ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഇങ്ങനെയുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ മൈൻഡേ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇത് ഹ്യൂജ് ക്യാൻഡിലാണ്, വലിയ മൊമെൻറ്റം ക്യാൻഡിലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ SL ഹിറ്റാക്കുക, അതിൻ്റെ താഴത്തേക്ക് വരിക എന്ന് പറയുമ്പോഴേക്കും എനിക്ക് കിട്ടേണ്ട മൂവ് ഒരുപാട് മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ടിട്ടുമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിനെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി ലെവൽസിന് എടുക്കാൻ പോകുന്നത്. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തുണ്ടാക്കി? ഇവിടുന്ന് ഒരു ഹൈ ഉണ്ടാക്കി, ഒന്ന് താഴത്തേക്ക് വന്നു അല്ലേ? സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? ഹൈ ആൻഡ് ലോയിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ലോയിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ഇവിടെ തന്നെ എനിക്കൊരു ഹൈനെ മാർക്ക് ചെയ്യാൻ പറ്റൂലേ? ഡെഫിനറ്റ്ലി പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ലോ ഉണ്ട്, ഇവിടെ എനിക്കൊരു ലോ ഉണ്ട്, ഇവിടെ എനിക്കൊരു ഹൈ ഉണ്ട് അല്ലേ? ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എന്നുള്ള ലെവലിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് എന്തായിട്ടുള്ളത്? ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും തൊട്ട് മുമ്പത്തെ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ റേഞ്ചിനെ എടുത്തതെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സ്ട്രക്ചർ കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ നമ്മൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളൊരു പ്രോപ്പർ സ്ട്രക്ചർ കിട്ടിയിട്ടില്ല. പ്രൈസിന് റിവേഴ്സൽ വരുന്ന പോയിൻ്റാണ് എനിക്ക് വേണ്ടത്. ഒന്നെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹൈ ആണ് അതല്ലേ അല്ലേ? ഇവിടെ നിന്നല്ലേ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിവേഴ്സൽ വന്നിട്ടുള്ളത്. അതല്ലാതെ ഡയറക്ഷണൽ മൂവ് അല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് പ്രീവിയസ്ലി 2 എക്സാമ്പിൾസിലും ആ ഒരു ടോപ്പ് മാത്രമായിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു പ്രൈസ് ആക്ഷൻ, സിമിലർ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സിമിലർ പ്രൈസ് ആക്ഷൻ. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ബ്രേക്ക് ഔട്ടായിരുന്നു, ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക് ഔട്ടായിരുന്നു. പ്ലസ് ഇപ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പോയിൻ്റൊക്കെ എത്തുമ്പോൾ തന്നെ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്താണ് ഈ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള W1M പാറ്റേൺ തന്നെയാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് W1M പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാലോ. ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്ന പാറ്റേൺ ഇല്ലേ? അത് തന്നെയാണ് W1M പാറ്റേൺ. സോ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? എല്ലാവരും യൂഷ്വലി പറയുന്നത് ഇത് ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഇത് ഡബിൾ ബോട്ടം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ സിമിലർ ടോപ്പ് ഉണ്ടാക്കുന്നതിന്, സിമിലർ ബോട്ടം ഉണ്ടാക്കുന്നതിനൊക്കെ ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം എന്ന് പറയാറുണ്ട്. ബട്ട് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ആദ്യം, അതായത് ഒരു W റിവേഴ്സലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, W റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോട്ടം എന്നുള്ളതാണ്. സോ W റിവേഴ്സലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ലോ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് പ്രൈസ് അടുത്ത ലോ ഉണ്ടാക്കണം.
അതായത് സിമ്പിളായിട്ട് പ്രൈസ് എന്താ പറയുന്നത്, ഇവിടുന്ന് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. ബട്ട് ഈ ലോയിനെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ലോ ഉണ്ടാക്കി. സോ ഇവിടെ പ്രൈസ് സ്ട്രക്ചർ റിവേഴ്സ് ആവുകയാണ് അല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വന്നു, താഴത്തേക്ക് വന്നു, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, അതിൻ്റെ താഴെ വീണ്ടും ഒരു ലോ ഉണ്ടാക്കി. വ്യത്യാസം മനസ്സിലായോ? പ്രൈസിൻ്റെ സ്ട്രക്ചർ സ്റ്റിൽ നെഗറ്റീവ് സൈഡ് തന്നെയാണ്. ബട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇനീഷ്യൽ റിവേഴ്സൽ കാണിക്കുകയാണ് പ്രൈസ്. കാര്യം മനസ്സിലായോ? സോ ഇതിനെയാണ് ഞാൻ പ്രോപ്പർ ഡബിൾ ബോട്ടമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഡബിൾ ടോപ്പായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, എന്നിട്ട് എഗെയിൻ ഇതിൻ്റെ താഴെ ഒരു ഹൈ ഉണ്ടാക്കി. അതായത് ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈസ് സ്ട്രക്ചർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു, എഗെയിൻ മുകളിലേക്ക് പോയി, എഗെയിൻ താഴത്തേക്ക് വന്നു. സോ ഇവിടെ എന്തുണ്ട്, ഒരു ലോ ഉണ്ട്, ഹൈ ഉണ്ട്, ഹയ്യർ ലോ ഉണ്ട്, ഹയ്യർ ഹൈ ഉണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഹയ്യർ ഹൈ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെയും വെച്ച് ഡബിൾ ടോപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? പറയുന്ന ആൾക്കാരുണ്ട്, അത് റൈറ്റ് മെത്തേഡുമാണ്. ബട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ കേസ് സിമ്പിളാണ്. ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് എന്തുണ്ടാക്കുകയാണ്, ഈ ഹയ്യർ ഹൈൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഉണ്ടാക്കുകയാണ്. ഈ ഹൈൻ്റെ താഴെയായിട്ടൊരു ഹൈ ഉണ്ടാക്കുകയാണ്. സോ ലോവർ ഹൈ ഉണ്ടാക്കുകയാണ്. സോ മാർക്കറ്റിൽ ഇങ്ങനെ വന്നാൽ ഇതിനെയാണ് ഞാനൊരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ എം റിവേഴ്സലായിട്ട് എടുക്കുക. മാർക്കറ്റിൽ ഇങ്ങനെ വന്നാലാണ് ഞാനിതിനെ ഒരു ഡബ്ല്യു റിവേഴ്സലായിട്ട് പ്ലാൻ ചെയ്യുക. സിമ്പിളല്ലേ? കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തുണ്ടായി, താഴത്തേക്ക് വന്നു, മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു, താഴത്തേക്ക് വന്നു, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കിട്ടി, ഒരു ഹൈ കിട്ടി, ഒരു പ്രൈസ് സ്ട്രക്ചറും നമുക്ക് കിട്ടി അല്ലേ, ഒരു പ്രൈസ് സ്ട്രക്ചറും നമുക്ക് കിട്ടി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കിട്ടി, ഒരു ഹൈ കിട്ടി, ഒരു പ്രൈസ് സ്ട്രക്ചറും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ വിക്ക് ടച്ച് ചെയ്തിട്ടില്ലേ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. വിക്ക് ഉണ്ട്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ നമ്മളോട് പറയുന്ന സ്റ്റോറി എന്താ, ഈ ഒരു ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി എന്താണ്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ബൈയിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് ക്യാൻഡിൽ പറയുന്നത്. പ്രീവിയസ്ലി ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുമുണ്ട്. സോ സ്റ്റോറി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ എന്താവുകയാണ്, നമുക്ക് ലോജിക്ക് കണക്റ്റ് ആവുന്നുണ്ട് അല്ലേ. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലോജിക്ക് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോറി ബിൽഡ് ചെയ്യണം, ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റോറിനെ വായിക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് എൻ്റെ ട്രേഡ് ആക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കാണ് ട്രേഡ് ആക്റ്റീവ് ആയത്, 9:45 എന്നുള്ള പോയിന്റിലാണ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത്. മറ്റേ കേസിലാണെന്നുണ്ടെങ്കിലോ ടൈം എടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെലഗ്രാമിൽ തന്നിട്ടുള്ള ലെവൽസ് കൂടെയൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ മാജിക് കാണാൻ പറ്റും. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പറയുന്ന ലെവൽസും ഏകദേശം പിന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നോക്കിയപ്പോൾ അവിടെ 1:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ട്രേഡ് വന്നപ്പോൾ അല്ലേ. അത്രയൊന്നും നമ്മുടെ ലെവൽസ് പോകാറില്ല. ഞാൻ 9:45 ആകുമ്പോഴത്തേക്കും ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ട്രേഡ് ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വരാറുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഇതിപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്, ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കി, ഒന്ന് താഴത്തേക്ക് വന്നു, ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കി, ഒന്ന് താഴത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് ഹൈ ഉണ്ടായി, ഇവിടെ നമുക്ക് ലോ ഉണ്ടായി. സോ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ പോകണം, ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ പോകണം. സോ ഇവിടെ ഞാനൊരു ലെവലിനെ വരച്ച് വെച്ചു, ഇവിടെ ഞാനൊരു ലെവലിനെ വരച്ച് വെച്ചു. സോ ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് എന്ത് വരിക, ബൈ ട്രേഡ് വരിക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രേഡ് വന്നു, SL ഹിറ്റായി, ടാർഗറ്റ് കിട്ടിയിട്ടില്ല, ഡെഫിനറ്റ്ലി ടാർഗറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടി നമുക്ക് അറിയില്ല, ശരിയല്ലേ? എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടി നമുക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി പഠിപ്പിച്ചു തരാം. ആൻഡ് അതറിയണ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അത് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പറയൂല, ബാക്കി കഥ പറയാൻ നല്ല മിടുക്കന്മാരാണ്. ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം പറയൂല. സ്ട്രാറ്റജി അന്ന് നമുക്ക് എന്താ പറയുക, സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി അന്ന് നമുക്ക് പറഞ്ഞുതരാം. എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞാൽ ലോകം മൊത്തവും പരസ്യം ചെയ്യുന്ന പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ട്. ബട്ട് ലോസ് മാത്രം പറയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഫാൻസ് ആയാലും അപ്പോൾ പൊങ്കാലായിട്ട് വരും. എനിക്കതൊരു രസമുള്ള പരിപാടിയാണ്. സോ പ്രൈസിൻ്റെ സ്ട്രക്ചർ വായിക്കുക എന്നുള്ളതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള കേസ്. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു SL കിട്ടിയിട്ടുണ്ട്. ബട്ട് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റേഞ്ചിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എഗെയിൻ അല്ലേ. ബട്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ ഇവിടെയാണ് നമ്മൾ സെൽ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സെൽ ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് എന്തായിട്ടില്ല, അപ്രോച്ച് ചെയ്തിട്ടില്ല. സോ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ സിയിലും പിയിലും ഞാൻ SL വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേ വായിക്കുന്നുള്ളൂ. ആ വായിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് CE ആണ്. മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള ഡയറക്ഷനും സിയുടെ സൈഡിലേക്കാണെന്നുള്ളതാണ്. വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കി വായിക്കേണ്ടതെന്നുള്ളതാണ്. സോ പറഞ്ഞു തന്ന കേസ് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലെവലിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെയാണ് ആ ലെവൽ വന്നുള്ളത്. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് അല്ലേ. ആൻഡ് അവിടെ നമുക്കൊരു കോസ്റ്റ് എന്നുള്ള ലെവലിലൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഇവിടെ നമുക്കൊരു എസ് എല്ലിനെ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമുക്ക് ഇവിടെയും നമുക്കൊരു എസ് എൽ വന്നു. ബട്ട് അറ്റ് ദ സെയിം പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി ലോജിക്കിനെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞത്. വ്യക്തമായിട്ട് മനസ്സിലായോ? കുറച്ചുകൂടി ലോജിക്കിന് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഈ 50,700 അല്ലെങ്കിൽ 50,800 എന്നുള്ള ഈ ഒരു പോയിൻ്റിൽ നിന്ന് 51,200 250 പോയിന്റിലേക്ക് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 500 പോയിൻറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് ഡേറ്റ് 11th ആണ്. 11th സിമ്പിളായിട്ട് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 11th ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ പറയുന്ന പോയിൻ്റ് എന്താ പറയാൻ പോകുന്ന പോയിൻ്റ് എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസ് അവിടെ ഇല്ലേ? ഡെഫിനറ്റ്ലി അവിടെ ചാൻസ് ഉണ്ട് അല്ലേ? സോ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം എന്നുള്ള പരിപാടിനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇൻ കമ്പാരിസൺ വിത്ത് നിഫ്റ്റി ഓർ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ നോക്കുക, നിഫ്റ്റിനെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക. സോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൂടെ യൂസ് ചെയ്യാൻ പറ്റും? അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ എനി ചാൻസ് നിങ്ങൾ പിവറ്റ് യൂസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിവറ്റിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ശരിയല്ലേ? സോ ഇവിടെ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാർട്ട് കുറച്ച് പ്രീവിയസ് ഇതിനകത്തേക്ക് പോകേണ്ടി വരും അല്ലേ? നോക്കാം നമുക്കൊന്ന്. ഇപ്പം ഈ ഒരു പോയിൻ്റ് എന്നാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത്, റിവേഴ്സ് ആയിട്ടുള്ളത്. ആ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഇവിടുന്ന് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തു, ഇവിടുന്ന് ഗ്യാപ്പ് ഡൗൺ ആയി ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് പോയിട്ടുള്ള ലെവലാണ്. സോ പ്രീവിയസ്ലി ഇതെന്തായിരുന്നു, ഒരു സപ്പോർട്ടായിരുന്നു. പ്രൈസ് ഇപ്പോൾ അതിൻ്റെ താഴെയാണുള്ളത്. ഇവിടുന്ന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. താഴത്തുനിന്ന് പ്രൈസ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും അല്ലേ? സോ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇവിടെ എന്താവുകയാണ്, റെസിസ്റ്റൻസ് ആവുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം പോയിന്റിൽ നമുക്ക് എന്തുകൂടെ നോക്കാം, ഇവിടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിഫ്റ്റിയിലുണ്ടോ എന്നുള്ളതും കൂടി നോക്കാം. നിഫ്റ്റിയിൽ പ്രീവിയസ്ലി ആ ഒരു പോയിന്റിൽ ഒരു സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാം. നോക്കിയേ നിങ്ങൾ, ഞാനത് മുൻകൂട്ടി വരച്ച് വെച്ചിട്ടുള്ള കാര്യമാണോ? അല്ല. എത്ര ക്ലിയർ ആയിട്ട് ആ മാർക്കറ്റ് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും കോറിലേറ്റ് ചെയ്ത് വെച്ച് വായിക്കുമ്പോൾ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ. അവിടെ നോക്കി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, അവിടെ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ്ലി മാർക്കറ്റ് ഇത് എന്തായിരുന്നു, ഇത് റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു. സ്റ്റിൽ ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാണ്. എഗെയിൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കേസാണ്, മാർക്കറ്റ് ഒരിക്കലും ഒരൊറ്റ ഡയറക്ഷനിൽ മുകളിലേക്ക് പോകില്ല. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മടുക്കാത്തത് നമുക്ക് മാത്രമാണ്, വയറ് നിറയാത്തത് നമുക്ക് മാത്രമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഗ്രീഡാണ്, രണ്ടാമത്തെ ചെറിയ ക്യാപിറ്റലാണ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് ഈ ഒരു മൂവിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യും. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ക്യാൻഡിൽസിൻ്റെ നമ്പർ വെച്ചിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇത്ര ക്യാൻഡിൽസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടില്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ മറന്നതുകൊണ്ടല്ല പറയാത്തത്, ആരെങ്കിലും ഇന്നൊരു വാല്യൂ എടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്. സോ മാർക്കറ്റിൽ എന്തുണ്ട്, പ്രീവിയസ് റെസിസ്റ്റൻസിലേക്ക് ഇനിയിപ്പോൾ നിങ്ങളവിടെ ഞാൻ പിവട്ടോ കാര്യങ്ങളൊന്നും ഇട്ട് കാണിച്ചു തരുന്നില്ല, CPR ഒന്നും ഇട്ട് കാണിച്ചു തരുന്നില്ല, മിക്കവാറും അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പം ഇവിടെ എന്താണ് പ്രൈസ് കാണിക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WM പാറ്റേൺ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ലൈൻ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇറ്റ്സ് എം പാറ്റേൺ അല്ലേ? ഞാൻ എന്തിനാണ് ലൈൻ ചാർട്ടിലേക്ക് പോയത്, M or W നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചാർട്ടിൽ ചെന്നിട്ട് ക്യാൻഡിലിന് പകരം ലൈൻ ചാർട്ട് ഇട്ട് നോക്കിയാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഞാൻ 3 മിനിറ്റിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് കേട്ടോ. അവിടെ 11th ചാർട്ടില്ലേ, ഞാൻ അവിടെ 5 മിനിറ്റിൽ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പ്രോപ്പറായിട്ട് ഒരു M റിവേഴ്സൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അറ്റ് ദ സെയിം പോയിന്റിൽ എന്തുകൂടെ കാണുന്നുണ്ട്, ഇവിടെയും M റിവേഴ്സൽ കാണുന്നുണ്ട്. സോ M റിവേഴ്സൽ നമ്മൾ എവിടെ ട്രേഡ് എടുക്കേണ്ടത്, ഇങ്ങനെയാണ് M റിവേഴ്സൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തേക്ക് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാം. W റിവേഴ്സൽ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുക്കാം, ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ സിങ്ക് ആവുന്നുണ്ടല്ലേ? സോ വലിയൊരു മൂവ് ഉണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എത്തുന്നത് റെസിസ്റ്റൻസിലേക്കാണ്,
നിഫ്റ്റിയും എത്തുന്ന റെസിസ്റ്റൻസിലേക്കാണ്. അറ്റ് ദ സെയിം പോയിന്റിൽ നിഫ്റ്റിയിലും നല്ലൊരു മൂവ് ഉണ്ടായിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റിയിലും മൂവ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ടാവുന്നുണ്ട്. നിഫ്റ്റിയിലും സെയിം ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോറി ബിൽഡായോ? ഇതിനെയാണ് സ്റ്റോറി ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയാം. എന്തൊക്കെയാണ് നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ? ഫസ്റ്റ് തിങ്, മാർക്കറ്റിൽ 500 പോയിൻറ്റ്സിൻ്റെ മൂവ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കിയവൻ, അതായത് താഴത്തുനിന്ന് ആരൊക്കെയോ കയറിയിട്ടാണ് 500 പോയിൻറ്റ്സ് മാർക്കറ്റ് മൂവ് ആയിട്ടുള്ളത്. സോ അവനവിടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ലോജിക്ക്. രണ്ടാമത്തെ ലോജിക്ക് എന്താണ്? മാർക്കറ്റിൽ സ്ട്രൈറ്റ് വേയിൽ മൂവ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ലോജിക്ക് എന്താണ്? മാർക്കറ്റ് മൂവായി ചെന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു റെസിസ്റ്റൻസ് പോയിന്റിലേക്കാണ്. നാലാമത്തെ ലോജിക്ക് എന്താണ്? അവിടെ ഒരു റിവേഴ്സൽ ട്രേഡ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ ഉണ്ടാവുന്നുണ്ട്. അഞ്ചാമത്തെ അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലോജിക്ക് നമുക്ക് എന്തുകൂടി വാച്ച് ചെയ്യാം? ഇതേ സംഗതി തന്നെ നിഫ്റ്റിയിലും ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രേഡ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രിറ്റി ഹൈ ആണ്. സോ നിങ്ങളൊരു 5 ലോജിക്ക് അതിനകത്ത് കണക്ട് ചെയ്തു. എന്നിട്ട് അവിടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പം അല്ലെങ്കിൽ പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവുമോ? അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ പേടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? എനിക്കിതിനകത്ത് നിന്ന് എത്ര കിട്ടും, എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ? അല്ലാണ്ട് അത് വേറെ ലോജിക്കോ, ട്രേഡ് എടുക്കാനായിട്ടൊരു പ്രത്യേകം ലോജിക്കോ ഒരു സ്റ്റഡിയോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ? നല്ല രസമുള്ള ലോജിക്കാണത് അല്ലേ? സോ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോയിൽ ഞാൻ ഇത്രയും സമയം പറഞ്ഞ ഈ കോറിലേറ്റ് ചെയ്ത് വെച്ച് വായിക്കുന്ന പരിപാടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താ പറയുക, നല്ലതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു സംഗതിയിലാണെന്നുണ്ടെങ്കിലും പെർഫെക്ഷനിസ്റ്റ് ആവാൻ പറ്റുള്ളൂ അല്ലേ? പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ മിസ്റ്റേക്കുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതിയേ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എത്രയോ ദിവസം ഡാറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ 3 മിനിറ്റിൻ്റെ ചാർട്ടൊക്കെ നിങ്ങളുടെ എല്ലാ ബ്രോക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 3 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമും കിട്ടും. നേരെ പോവുക, മാക്സിമം ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മാക്സിമം എത്രത്തോളം ചാർട്ടിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചാർട്ടിൽ നിങ്ങളിതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്താണ്, അതായത് ഇപ്പം നിങ്ങൾ CPR യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് വെക്കുക. ഇനി അതല്ല പ്ലെയിൻ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ മാത്രം വരച്ചിട്ടാണ് നിങ്ങൾക്ക് അതിന് നോക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ മാത്രം വരയ്ക്കുക. 15 മിനിറ്റ് ടൈം ഫ്രെയിം നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ മാത്രം വരച്ചോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ഒരു സംഗതിനെ പോയിട്ട് മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു കോൺഫിഡൻസിനെയും കൊണ്ട് നാളെ മാർക്കറ്റിൽ പോയിട്ട് മൺഡേ മാർക്കറ്റിലേക്ക് എത്തുമ്പം ഈ ഒരു കോൺഫിഡൻസും കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ലോട്ട് വെച്ചിട്ട് നിങ്ങളതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട്, അതായത് ഒരു ചെറിയ ലോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ലോട്ട് വെച്ചിട്ട് നിങ്ങളതിനെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ ഏതൊരു പോയിന്റിലാണ് നിങ്ങളുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ മിക്കവാറും നിങ്ങളുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് വരെ കാത്തിരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും. അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനുള്ള കഴിവിനുണ്ടാക്കിയെടുക്കുക. അവിടെ വന്നാൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ള ചിന്തയിൽ ഇരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ട്രേഡിംഗ് ലൈഫിന് മാറ്റം ഉണ്ടാവും. ഇതൊന്നും ദൈവം ഒരാൾക്കായിട്ട് മാത്രം കൊടുത്തിട്ടുള്ള കഴിവല്ല അല്ലേ? എഗെയിൻ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിർബന്ധിതനായിട്ട് മാത്രം ട്രേഡിലേക്ക് വന്നിട്ടുള്ള മനുഷ്യനാണ്, ട്രേഡറായിട്ടുള്ള മനുഷ്യനാണ്. കാരണം വലിയ ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ലോസിനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സാവധാനം പിന്നെ അതൊരു പാഷനായിട്ട് മാറി. പ്രസവിച്ചിട്ട് അന്ന് മുതലേ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പാഷനൊന്നുമല്ല. നമുക്ക് ആർക്കും അങ്ങനെയല്ല. കാശ് കളഞ്ഞതുകൊണ്ട് മാത്രം ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പ്ലസ് അതിൻ്റെ കൂടുതൽ നമുക്ക് എന്തുകൂടി അറിയാം? ഇതിനകത്ത് നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും കൂടി അറിയാം അല്ലേ? സോ നമ്മൾ എഫേർട്ട് ഇടേണ്ടതുണ്ട്. എഫേർട്ട് ഇടേണ്ട രീതി എന്താണ്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈലിലാണ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ്ലി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ തന്നിട്ടുള്ളതാണ്. സോ നമ്മൾ എഫേർട്ട് ഇടുക. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോനെ നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ നമുക്ക് വീണ്ടും കാണാം. Bye.